നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ 7 നിന്നിരുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് വന്നപ്പോൾ ദൈവാധീനത്തിന് കുറച്ച് കുറവുണ്ടായി. അതിൻ്റേതായിരിക്കുന്ന കുറച്ച് വിഷമങ്ങൾ ദൈവാധീനക്കുറവ് കൊണ്ട് ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും മാളവയോഗം ചെയ്തിട്ട് ലഗ്നാൽ 7-ൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശുക്രൻ 7 നിൽക്കുന്ന കാരണം ഗീതപ്രിയോ രജരക്ത പരിശശ്രീ സദ്വസ്ത്രഭൂഷണയുധോ വിഷയോപഭോക്ത എന്ന് പറയുന്ന ഫലമാണ്. അതായത് നല്ല വസ്ത്രം, ഭക്ഷണം, യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. വിനോദയാത്ര പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് എന്ന് പറയുന്ന ഒരു ഗുണം കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ദൈവാധീനക്കുറവ് കാരണം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കർമ്മസ്ഥാനത്ത് ഘടകാരകനായിരിക്കുന്ന ചൊവ്വയും കേതുവുമാണ് നിൽക്കുന്നത്. അപ്പം പാപയ കർമ്മഗതയത് കർമ്മവിഹിതി എന്ന് പറയുന്ന യോഗമുള്ള കാരണം തൊഴിലിൽ തടസ്സങ്ങൾ നേരിടുക, പരസ്പര മത്സരങ്ങൾ അനുഭവപ്പെടുക, ചിലപ്പം തൊഴിൽ നഷ്ടപ്പെടുന്നതിന് തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അത് കാരണം കൊണ്ടൊന്ന് ശ്രദ്ധിക്കണം. 4-ാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഭവന സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ ഇടവരാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതേപോലെ തന്നെ ശാരീരികമായിട്ട് ഹൃദയ സംബന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്തുള്ള വേദന, വിഷമങ്ങൾ, അതുപോലെ തന്നെ കാലിൻ്റെ മുട്ടിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും വിപരീത സ്വഭാവം, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ അനുഭവിക്കേണ്ട അവസ്ഥ കാര്യങ്ങൾക്കും യോഗമുണ്ട്. എന്നാലും ഭാഗ്യസ്ഥാനത്ത് നിപുണായോഗം ചെയ്തിട്ട് ആദിത്യനും ബുധനും നിൽക്കുന്ന കാരണം ചെയ്യുന്ന പ്രവൃത്തിയിൽ നിപുണത പ്രദർശിപ്പിക്കാനായിട്ടും നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനും സാധിക്കുന്നതാണ്. ദാമ്പത്യ സുഖം അനുഭവിക്കാൻ യോഗമുണ്ട്. ഭാര്യയിൽ നിന്നും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഭാര്യ കുടുംബത്തിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗുണഫലങ്ങളുണ്ടെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത, പുഷ്പാഞ്ജലി, ക്ഷേത്ര ദർശനം, നല്ല പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുകയുള്ളൂ. അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ 5-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അലസപ്രേക്ഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ, ശുഭപ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, ആവശ്യമില്ലാതെ ദുഃഖം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്ന കാര്യത്തിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വഴിപാട്, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാൻ യോഗമുണ്ട്. പ്രത്യേകിച്ചും ലഗ്നാധിപതിയോട് ചേർന്ന് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. വിപരീത സ്വഭാവമാണ്. ഖണ്ഡകാരകനായിരിക്കുന്ന കേതു തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നടുവേദന പോലെയുള്ള രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല പ്രാർത്ഥന, വഴിപാട് എന്നീ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. അതേസമയം പോലെ തന്നെ ഉദ്ദേശ സ്ഥലത്ത് സീറ്റ് കിട്ടാനും തുടർ പഠനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനും ഒക്കെ യോഗമുള്ള സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അത്ര അനുകൂലമായിട്ടുള്ള ഗുണം പറഞ്ഞുകൂടാ. കാരണം ഉള്ള തൊഴിൽ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. പുതിയ തൊഴിൽ കിട്ടുന്നതിലൊക്കെ കുറച്ച് കാലതാമസമൊക്കെ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നല്ല വഴിപാട്, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.